ആ മോനെ അതോ നിർത്തുപ്പാ. ആ രാകേഷ് അല്ലേ? രാകേഷ് അല്ലല്ല, സ്വരൂപ്. സ്വരൂപാണ്, രാകേഷ് അല്ല. ഞാനേ മോനെ, എവിടേക്കിപ്പോ നീ പോണത്? ഞാൻ ഓഫീസിലേക്ക്. ഓഫീസിൽ ജോലി കിട്ടിയപ്പോ? ജോലി കിട്ടി, കുറച്ചായി. അതെ. അത് ശരി. ഞാനേ കാലിന്റെ മുട്ട് തീരെ വയ്യ. ശരി. നടക്കുമ്പോഴൊക്കെ ഭയങ്കര വേദന. അപ്പൊ നമ്മുടെ ആ സുധാകരന്റെ വീട്ടിലൊരു കോണി ഇരിക്കുന്നുണ്ട്. ആ കോണി ഇന്നിപ്പോ ഇതുവരെ കിട്ടിയ തിരക്കിട്ടില്ല വെച്ചിട്ട്. ഞാൻ സമയമായി ഓഫീസിൽ പോകാൻ വേണ്ടിട്ട്. അതെ. അല്ല, അത് വേഗം പോവുകയൊക്കെ ചെയ്യാം. പറ്റെങ്കിലും ഒന്ന് ചെയ്തു തന്നാ വലിയ ഉപകാരമായി. കുഴപ്പമില്ല. കുഴപ്പമില്ല. എന്നാ അങ്ങോട്ട് നിർത്തിക്കോ വണ്ടി, അതാ നല്ല. റോട്ടിൽ വെക്കണ്ട, വണ്ടികൾ വരണല്ലേ. ഇങ്ങോട്ട് നിർത്തിക്കോ. അവിടെ നോട്ടെ അതൊന്നും കുഴപ്പമില്ല. ഇവിടെ അല്ലേ? അതാ ഈ സുധാകരന്റെ അവിടെ. ഇതൊന്നും പോയി അങ്ങോട്ട് വിടുന്നാ മതി. ഞാൻ അവിടെ കൊടുത്താൽ മതി. ഞാൻ ഇവിടെ തന്നെ ഉണ്ട്, ഉമ്മർത്തുണ്ട്. കഴിഞ്ഞു. ഇതേ സത്യതാ, ഇത് മാറ്റാറായിട്ടോ. ഇപ്പൊ ഞാൻ തന്നെ ഇപ്പൊ ഒരു 6-7 പ്രാവശ്യം ശരിയാക്കിണ്ടത്. അല്ല, അതല്ല, അതിന്റെ ആർമിച്ചറൊക്കെ പോയേക്കണേ. അപ്പൊ ഇനിയിപ്പോ അത് വൈൻഡ് ചെയ്തിട്ടും കാര്യമില്ല. അതിന്റെ പണി കഴിഞ്ഞേക്കണേ ഏകദേശം. അത് മാറ്റാം. എന്താ പുതിയത് എടുക്കണ നല്ല പൈസ ഉണ്ട്. അതൊക്കെ ശരി തന്നെ. അതിന്റെ അതാ പെട്ടിയിലിടരുത്. കൊള്ളൂല. ഇവിടെ ചാതിയോ? അതാ മറക്കണ്ടോ. എത്ര എന്തിനാ അവിടെ ഉള്ള പൈസ ഒക്കെ പാടെ ഇങ്ങോട്ട് കൊടുത്തിട്ട് എന്തിനാണ് കൊടുത്ത്? 300 മതി. വാങ്ങിക്കോ. എത്ര എന്താ അധികണ്ടാ? ഇത് 300 രൂപ. ഇത് 500ന്റെ അല്ല, ഇത് 300 രൂപ. അതെ, 300 ഉണ്ടല്ലോ. അതുപോലെ 300 രൂപ. അതുപോലെ സത്യത്തെ 1200 രൂപയാണ് ഞങ്ങള്. അത് ഒരു ദിവസത്തിനുള്ള പണിക്കുള്ള കൂലി അല്ല. അത് ആയിക്കോട്ടെ, നിങ്ങള് ഒരു കാര്യം ചെയ്യും, ഒരു 500 രൂപ. ഞാൻ 1-1.5 മണിക്കൂറായി വന്നിട്ട്. 10 മിനിറ്റ് അല്ലേ അത് പണിയെടുത്ത്? 10 മിനിറ്റ് അല്ല, 1.5-2 മണിക്കൂറായി ഞാൻ ഒരു 100 റുപ്യ കൊടുക്ക്. 100 റുപ്യ. അതേ, 500 തേച്ചാ തന്നാളി. മതി. അങ്ങനെ പോട്ടെ. ഇനി എന്താ ഇടക്കിടക്ക് ഇനി വരണ്ടേ? ആയിക്കോട്ടെ. പിന്നെ സത്യേട്ടാ, അല്ല, ചായ കുടിച്ചിട്ട് അതെ സത്യേട്ടാ, ചായ വേണ്ടെങ്കിൽ ഞാൻ പോവാ. അല്ല, അതെന്താ അറിയോ പിന്നെ ആ ചായപ്പിലേ ഒരു 2 ഓട് പൊട്ടിയിട്ടുണ്ട്. അപ്പൊ അതൊന്നും മാറ്റിത്താ. ഞാനാണ് അതൊക്കെ മാറ്റില്ല. എന്റെ കാലിന്റെ മുട്ടിന് തീരെ സുഖമില്ല. അപ്പൊ അതുകൊണ്ടാണ്. ഒന്നുമില്ല, ഞങ്ങൾ രണ്ടാളുണ്ട് പിടിച്ചു തരാം. അതന്നെ ഇങ്ങനെ അങ്ങനെ ഇവിടെയോ? ചേർത്തേക്ക് ഇങ്ങോട്ട്. മതി ഇങ്ങോട്ടോ. നീ ചോദിക്കോ എന്താ നടക്കണ്? ഏത് ഭാഗത്തത്? ഇത് മുകളിൽ കയറിട്ട് അതിന്റെ ഇവിടുത്തെ ഒരു 2-3-4ാമത്തെ 4ാമത്തെ വരിയിലാണ്. പിടിച്ചിട്ടുണ്ട് പിടിക്കട്ടോ. പിടിച്ചു. അല്ല, എന്നാ ഓടും കൂടെ എടുത്തോ. കേറിക്കോ. അല്ല, ഓടും കൂടെ എടുത്തോ. അല്ലെങ്കിൽ പിന്നെ അതിന് ഞാൻ കൂടെ ഇറങ്ങണേ. ശരി. ഓടും ഒരെണ്ണല്ലോ. 2 ഉണ്ടോ? ഇനി വേണോ നോക്കിയൊക്കെ. ചിലപ്പോ ഒരെണ്ണം കൂടി ഇതായിട്ടുണ്ട് തോന്നുന്നു. നല്ല ഓടാ.
മൂന്നെണ്ണം ഇല്ല, രണ്ടെണ്ണേ ഉള്ളൂ. അതുകൂടി വെച്ചോ. അത് രണ്ടെണ്ണല്ലോ. അതെ, എങ്ങാനും എന്തെങ്കിലും കുഴപ്പമുണ്ടോന്നോ അറിയില്ലല്ലോ. അതുകൂടി അടച്ചോ കേട്ടാ. അതൊന്ന് വൃത്തിയാക്കി വെക്കാറുന്നു അയ്യോട്. അതല്ല തന്നെ അങ്ങനെ പോട്ടെ. അതെ അതിനങ്ങട് നോക്കണട്ടോ, ഓട് പൊട്ടിക്കരുത്. ചവിട്ടി പൊട്ടിക്കാൻ ചെയ്യരുതേ. എടുത്തോ. എന്തായിപ്പാ കഴിഞ്ഞാ? ഇല്ല, ഒരു മിനിറ്റ്. ഇതേ ഇതിന്റെ ഇടയിലേക്ക് നിരക്കി വെക്കണതേ. അതെ, ആ പാത്തിലേക്ക് ചേർത്ത് വെക്കണം കേട്ടോ. അത് ഈ പട്ടികയുടെ ഇടയിലേക്ക് ഈ ഗാഡി കണ്ട് വീണേ കേട്ടോ. ഒരു മിനിറ്റ്. പട്ടികയുടെ മുകളിലൊക്കെ പതുക്കെ ചവിട്ട് കേട്ടാ. കഴിഞ്ഞില്ലേ? കേട്ടോ, ഈ പട്ടിക ഉണ്ടല്ലോ ഉറക്കുത്തിണ്ട്, അത് മാറ്റണം കേട്ടോ. നീ പട്ടിക മാറ്റാൻ അറിയോ? പട്ടിക മാറ്റാൻ അറിയോ? ആശാരിമാരുമാണ് അത്. കാലിന് ചെറിയൊരു പ്രശ്നമുണ്ടേ. ഒന്നും കുഴപ്പമില്ല. വേഗം കാലൊന്ന് തെറ്റിണ്ടേ. നമുക്ക് ചെറിയ ഒരു പണി കൂടി ഉണ്ട്. അതായത് ഈ വാഴക്കുട്ടി ഉണ്ടല്ലോ, അത് അവിടുന്ന് പറിച്ചിട്ട് അവിടക്കന്ന് വെക്കാം. 2-3 കേട്ടോ. അല്ല, അത് അവിടെ ഒന്ന് പറിച്ചു വെച്ചിട്ട് വേണ്ട. ഞാൻ തന്നെ ഇതൊക്കെ ചെയ്യലേ, കാലിന്റെ മുട്ടിന് പോയി. അതുകൊണ്ടാണ്. കൈക്കോട്ടൊക്കെ ഉണ്ട്, നല്ല മധുരമുള്ള പഴമാണ്. അത് ഒന്ന് അത് ചെയ്തോണ്ട. ആ വാഴക്കുട്ടിയാണ് പറിച്ചത്. അതല്ല മറ്റത് അപ്പുറത്തെ. ആ വാഴക്കുട്ടി അല്ല, അത് പോകുമ്പോഴേ കുഴപ്പമില്ല കുഴപ്പമില്ല. ഇവിടെ ആദ്യം കുഴിയെടുക്ക. എന്നാ കുഴിയെടുക്ക. ഇവിടെ അല്ലേ? എത്തിക്കോ. എന്താ അവിടെ കൊത്തല്ലേ? അവിടെ മറ്റേ ഇഞ്ചിയുടെ മൂടുണ്ട്, ഇഞ്ചി. അവിടെ കൊത്തിയാ മതി. അവിടെ അവിടെ കൊത്ത്. ഇവിടെ തന്നെ അവിടെ ഒരു കുഴി എടുത്തോ. അതെ, ഞാൻ പോയിട്ട് ഒരു ഗ്ലാസ് ചായ എടുത്തിട്ട് വരാം. എന്തിന്? മനുഷ്യനല്ലേ അതിന് വായിക്കുണ്ടാവും. വെള്ളം കൊടുത്ത പോരെ? എന്താ പറയണ? പിന്നെ എന്തേലും കേട്ടു. ഞാൻ പഞ്ചാര മുക്തയില് കുഴി. നമുക്കേ മോനെ ഒരു കുഴി ഇവിടെ കുത്തുക. ഒരെണ്ണം പടെ ഈ ഭാഗത്തെ, ഒരെണ്ണം പടെ, ഒരെണ്ണം പടി. അപ്പൊ അങ്ങനെ 3 എണ്ണം ഈ ലെല്ലിട് കുത്തുക. ഞാനോ? അല്ല, പറ്റുക ചെയ്യ്. ഇവന്റെ ഞാനും വിളിക്കേണ്ടി വരും. ആരെങ്കിലും വിളിക്കേ? പതുക്കെ മതി, പതുക്കെ മതി. അതിനെ വേണ്ടി പണിക്ക് വിളിക്കുമ്പോ ഇങ്ങനത്തെ പണിക്കാരെ വിളിക്കണം. പോയാ നിനക്ക് എല്ലാ പണി അറിയാലേ? ഒരു കുരുത്തങ്ങത്തെ മനുഷ്യനെ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ഏറെ മനുഷ്യന്മാരെ കണ്ടു. ഉള്ള പന്നി കൊണ്ടുവാങ്ങട് വേണം. വേഗം കൊണ്ടുവാത്. ഇത് ലേശം അരിയാണ്. ഇതാ മില്ലിൽ നിന്ന് കൊടുക്കണം. അപ്പൊ ഏതായാലും ആ വഴിക്ക് പോണതല്ലേ, അപ്പൊ അവിടെ നിന്ന് കൊടുക്കും കേട്ടാ. പിന്നെ അവരോട് പ്രത്യേകം പറയേണ്ടത് പുട്ടിനുള്ളതും പത്തിരിക്കുള്ളതും കൂടിയാണ്. ഒന്നിച്ചിട്ടുള്ള പൊടി വേണം. പുട്ടിന് വേറെയും പത്തിരിക്ക് വേറെയല്ല, ഒന്നിച്ചിട്ട് കേട്ടാ. ആ തൈരി മകം കിട്ടണം. ഇവിടേക്കാന്ന് പറഞ്ഞാൽ മതി. എങ്ങനെ? എന്താ അങ്ങനെ കല്യാണമായി കുട്ടിയുടെ? എന്നിട്ട് ക്ഷണമൊക്കെ കഴിഞ്ഞോ? ഇരിക്കും. ഉണ്ടോ? ഇന്നിപ്പോ രാവിലെ മുതൽ ഇരിക്കാൻ ഒഴിവുണ്ടായിട്ടില്ല. പണിയോടെ പണി. എന്നെ പണി അങ്ങനെയൊന്നുമില്ല. ഈ ചെറിയ ചെറിയ പണികളുണ്ടല്ലോ.
ഞാൻ കല്യാണം പറയാൻ വന്ന മോളെ ആ ആ കല്യാണം മോടെ കല്യാണമായല്ലോ ഫെബ്രുവരി 25-നാണ്. 25. 25-ന് നമുക്ക് വേറെ എന്താ ഇല്ലല്ലോ. അല്ല എന്തായാലും വരണം, തലേന്നേ വരണം. ഓ ആ അപ്പൊ ഞാൻ അധികം ഇരിക്കുന്നില്ല, കാരണം ആ കൊറേ വീട്ടിൽ പോകാനുണ്ട്. അല്ല ചായ കുടിച്ചിട്ട് പോ. വേണ്ട വേണ്ട, ആടെ നടന്നീ ചായയാണ്. അപ്പൊ ഇതാ കത്ത് ഓർമ്മിക്കാൻ വേണ്ടിട്ട്. ഓ ആയിക്കോട്ടെ ആയിക്കോട്ടെ എന്നാ പിന്നെ ആ ആയിക്കോട്ടെ ഞാൻ അങ്ങോട്ട് ഇറങ്ങാം. ആ ആ ഇന്നൊന്നും പറയുന്നില്ല. അപ്പൊ പറഞ്ഞ പോലെ ആ ഇനിയിപ്പോ ഏത് വഴിക്കാ? നമ്മളെ ആ സുധാകരന്റെ വീട്ടിലൊന്ന് പോകണം. ആടെ ക്ഷണിച്ചിട്ടില്ല. സുധാകരന്റെ നമ്മുടെ ഇപ്പുറത്തെ സുധാകരൻ. ഇപ്പുറത്തെ സുധാകരൻ. അതല്ലേ? ആ എന്നാ ഒരു മിനിറ്റ് കേട്ടാ. അപ്പൊ എല്ലാരും ആയിക്കോട്ടെ. തലേന്നേ പറയണേ കേട്ടോ. ഞാനത് പ്രത്യേകം പറയാൻ വേണ്ടി പറഞ്ഞോളൂ. ഇതവിടെ ഓട് 2 പൊട്ടിയപ്പോഴേ അതൊന്ന് മാറ്റാൻ വേണ്ടിട്ട് സുധാകരന്റെ അടുത്ത് കൊടുത്തതാ. അപ്പൊ ഇതൊന്ന് പോകുമ്പോ അവിടെ കൊടുക്കണം കേട്ടോ. അല്ലെങ്കിൽ ഇപ്പൊ ആരെങ്കിലും വരുന്നവരങ്ങനെ നോക്കിക്കൊണ്ട് കണ്ടേട്ടോ. പോകുമ്പോ അങ്ങോട്ടല്ലേ പോണല്ലേ? ആ ശരി എന്നാ ശരി. കനല്ലേ? കനൊന്നുമില്ല. അത് ഒരു വിരലിന്റെ മുകളിൽ തൂക്കാനുള്ള ഇതുള്ളൂ. ഒരു വിരലിന്റെ മുകളിൽ തൂക്കാനുള്ളൂ. ഒട്ടും കാണല്ലേ? അങ്ങനെ പിടിച്ചാൽ അത്രേ ഉള്ളൂ അത്രേ ഉള്ളൂ. ഞാൻ തന്നയച്ചാന്ന് പറഞ്ഞോ. അങ്ങനെ ഉണ്ടായി. ഞാൻ കല്യാണം ക്ഷണിക്കാൻ പോകുന്നത് കളനായി. ചായ ഏതായാലും വെച്ചില്ലേ? നിർത്തോ. അയ്യോ അപ്പൊ അങ്ങനെ അതൊക്കെ അങ്ങോട്ട് കഴിച്ചു കിട്ടി. ഇനിയിപ്പോ വാഴക്കുട്ടിയോട് എന്താ ചെയ്യാ? കുറച്ചും കൂടി പോയി മാറ്റി വെക്കണം. അടുത്ത പരിപാടി ചാടിക്കാൻ പോലെ. അതെ, നീ കേറിട്ടേ ആ ഇടർച്ചണ്ട അവിടെ കൊടുക്കിടുക. എന്നിട്ട് കയറുണ്ട് നമുക്കിതേ ഇവിടുന്ന് നേരെ അങ്ങോട്ട് പിടിച്ചാലോ? ആ തെങ്ങിലേക്ക് പിടിച്ചേട്ടാ അല്ലെ? കുളത്തിലേക്ക് വിടരുത്. അത് 5 മണിയാകുമ്പോഴേക്ക് പണി തീർക്കണം. നീ മുകളിൽ കെട്ടിക്കോ, ഞാൻ ഇത് അങ്ങോട്ട് കെട്ടാട്ടോ. അയ്യോ അതാ പ്യാരുടെ അച്ഛൻ സത്യശീലനല്ലേ വരുന്നത്. സുഖ അന്ന് ഇവിടെ പണി. ആഹാ ചേട്ടാ പ്യാരിന്റെ അവിടെ ഞാരി അവിടെ ഉണ്ട്. എങ്ങടെ പോണെന്നൊക്കെ പറഞ്ഞായിരുന്നു. അതെ, ഞാൻ വേറൊരു കാര്യം പറയാൻ വേണ്ടി വന്നതാ. ഇതിപ്പോ എന്തായി കഴിയാറായോ? അതെന്താ ഇതിപ്പോ ഈ 2 അങ്ങോട്ട് വീട്ടിൽ ഇപ്പൊ ഇത് ഈ കുളത്തിലേക്ക് വീഴുവോന്നേ. ഇവിടുത്തെ അമ്മച്ചിക്ക് ഒരു സംശയം. അപ്പൊ ഇതൊന്നും അങ്ങോട്ട് വെട്ടിയിട്ട് കൊടുത്താ അങ്ങോട്ട് വലിക്കേണ്ടി വരും. ആ തെങ്ങിലേക്ക് വലിക്കാച്ചിട്ടാ. അത് നന്നായി. അതിപ്പോ കഴിയല്ലോ? ഇല്ല, കുറച്ചു നേരം പിടിക്കും. വലിയ മരല്ലേ, ഇവനൊക്കെ കഷ്ണം ആക്കണേ. അതൊക്കെ കഴിയും. ഒന്ന് വേഗം നോക്കണേ. അപ്പൊ നീ പണി കഴിഞ്ഞിട്ടേ കൂലിയൊക്കെ വാങ്ങിട്ട് വീട്ടിലേക്ക് പോകണ സമയം ഉണ്ടല്ലോ, അപ്പൊ ഒന്ന് വീട്ടിലേക്ക് ഒന്ന് കേറുണ്ടോ? എന്തേ? ഇല്ല, അവിടെ എന്താ വെച്ചാല് ഒരു ഇടി വെട്ടിയിട്ടുള്ള ഒരു തെങ്ങ് നിൽക്കുന്നുണ്ട്. തലേന്നുമില്ല. അതെ. അപ്പൊ ശരിക്കും അത് അങ്ങോട്ട് ഉന്തി തള്ളിയിട്ട് അങ്ങോട്ട് പോവത്. ഇതിപ്പോ 2 മിനിറ്റ് നേരത്തെ പണിയല്ലോ. ഇതാ ഈ വാള് കൊണ്ടുവന്നിട്ടേ ഒന്ന് അതിന്റെ അടിയിൽ ആ കടക്കല ഒന്നിങ്ങോട്ട് വെക്കാം. അപ്പൊ അങ്ങോട്ട് മറിഞ്ഞിട്ട് അത്രേ ഉള്ളൂ. അല്ലാതെ ഈ തന്നെ ഇപ്പൊ കഴിയാ ഇരുട്ടാവോന്നാ സംശയം. ഇവിടെ ഇനിയിപ്പൊ ഇരുട്ടായാലും കുഴപ്പമില്ലാന്ന് നമ്മുടെ കൂടെ അല്ലേ? എന്താ ഇപ്പൊ ചെറിയ പണിയല്ലേ, പോയിട്ട് വരുന്ന. അല്ല, അങ്ങനെ ഒരു കാര്യം ചെയ്യാ ചേട്ടാ. നാളെ എന്നാ വർഗീസിന്റെ അവിടെ പോണ്ട. അങ്ങനെ നാളെ ഞങ്ങൾ 2 കൂടി വന്നിട്ടേ ഒരു ദിവസം കൊണ്ട് ആ പണിയൊക്കെ ആയിട്ട് ഭംഗിയില്. എന്തിന്? ഇത് ഒരു ദിവസത്തിലുള്ള പണിയൊന്നുമില്ല. ഈ വാളുകൊണ്ട് ഒന്ന് വെച്ചാൽ അതാണ് മറിഞ്ഞു, അത്രേ ഉള്ളൂ. അല്ല, അത് നമ്മളൊരു പണി എടുക്കുമ്പോ എങ്ങനെ സത്യേട്ടാ അത് അങ്ങനെ ശരിയാവുക? ഒരു കാര്യം ചെയ്യാം, എന്തായാലും ഞങ്ങള് നാളെ രാവിലെ അങ്ങോട്ട് വരാം. 2 കൂടിയായിട്ട് വന്നിട്ടേ. വേണ്ടേ, അതിനുള്ളത് ഇല്ലാന്ന്. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യാം, നാളെ ഞാൻ ഉണ്ണീനായിട്ട് വിടാം. ഈ മറ്റേ വാളായിട്ടേ അവനൊരു ദിവസം കൂലി കൊടുത്താൽ. ഇത് കൂലിക്കുള്ളതില്ലാന്ന്. 2 മിനിറ്റ് നേരത്തെ പരിപാടി ഇല്ലല്ലോ, അതല്ലേ ഞാൻ പറഞ്ഞത്. ചെറിയ തന്നെ 2 രൂപ ഇത്ര പോലല്ല, അത് ചെയ്തു കൊടുത്തേ. എന്താ? അതെ, എനിക്കയാളുടെ സ്വഭാവം അറിയാതെ. എടാ, അയാൾ ഓസിക്ക് കിട്ടിയ ആസിറ്റ് നിന്ന ആളാണ്. ഇങ്ങനെ പോണ ഓരോരുത്തരും വിളിച്ചിട്ട് ഓരോ പണി ചെയ്യിക്കാൻ നല്ല 10 പൈസ കൊടുക്കില്ല അയാള്. ശരി. ഓരോരുത്തരുടെ സ്വഭാവം മനസ്സിലാക്കിയിട്ട് പെരുമാറും. ഈ വയസ്സായ ആളെ വെച്ചിട്ട് ഇയാൾ ഓരോന്ന് പറയുമ്പോ എല്ലാവരും മനുഷ്യത്തിന്റെ പേരിൽ ഇങ്ങനെ ഓരോന്ന് ചെയ്തു കൊടുക്കും. അതേ അവസരം നോക്കിക്കാണ് അയാള്. അയാളോട് എങ്ങനെ ഡീൽ ചെയ്യുന്നത് ഞാൻ കാണിച്ചു തരാം. വാ. അത് പിന്നെ സത്യേട്ടാ, അപ്പൊ നമുക്ക് അങ്ങനെ ചെയ്യാം. അല്ല, അതെന്താ അറിയോ, ഞാൻ പറഞ്ഞ പോലെ നല്ലത്. നമ്മൾ ഇപ്പൊ ആരെ പണിയെടുത്ത് വെച്ചാൽ മോശമല്ലേ. ഞങ്ങളെ നാളെ രാവിലെ അങ്ങോട്ട് വരും. ഒരു 2 ആളും കൂടി അവിടെയുള്ള പണി മുഴുവൻ ഭംഗിയിൽ അങ്ങോട്ട് ചെയ്തു തരും.
കേട്ടോ. കല്യാണം ഇപ്പൊ പോയി മുറിക്കാൻ പറ്റില്ല. ഇല്ല, നാളെ രാവിലെ ഞങ്ങൾ രണ്ടാളും കൂടി വരാം. അത് വേണ്ടേ, ഏ? അത് വേണ്ട. അങ്ങനെയാണെങ്കിൽ ശരിയാവില്ല. അത് വേണ്ട. എന്നാ വേണ്ട? ഇന്നാ വേണ്ട. ആ എന്നാ പിന്നെ ശരി. അപ്പൊ എനിക്ക് ചെയ്തു തരാൻ പറ്റില്ല. അല്ല അത് ഞങ്ങൾ രണ്ടാളും കൂടി നാളെ നാളെ കൂടി വേണ്ട. അതിനുള്ള ഇല്ല. ഇല്ല. ഏയ് ആ പറഞ്ഞേട്ടാ. എന്നാ ശരിട്ടാ. മുറിക്കാൻ നോക്കാം. ചെല്ലു ചെല്ലു കയറി. ഇപ്പൊ എല്ലാം റെഡി ആവട്ടെ. ആ നോക്കി കയറിട്ടോ. തെറ്റിട്ടുണ്ടെങ്കിൽ വന്നിട്ടേ സുഖോ? ആ എന്തേ എന്നാ പിന്നെ ഞങ്ങൾ രണ്ടാളും പോരണ്ട. അതാ പറഞ്ഞത്. അതെ അതിനുള്ളതേ ഉള്ളു. ഈ ഒരു സാധനം ഉണ്ടല്ലോ, ആ ഇത് ആ ഇതൊരു 5 മിനിറ്റ് നേരത്തിന് എനിക്ക് തരൂ, ഞാൻ മുറിച്ചോളാം. ട്ടാ. ആ 500 റുപ്യ വാടക. 500 റുപ്യ. 500. ഒരു മനുഷ്യനൊരു ഉപകാരം ചെയ്യില്ല. പിന്നെ എന്താ ചെയ്യാ? എങ്ങനെയുണ്ട്? കറക്റ്റാ പറഞ്ഞേറ്റാ. അങ്ങനെ എത്രണ്ണത്തിന് ഇപ്പൊ കേറിയിട്ട് അതിന്റെ നീത്ത് എത്തിയിട്ട് കെട്ടും കഴിച്ചിട്ട് ഇങ്ങോട്ട് വരത്തി. എന്താ ചെയ്യാ? മൈൻഡ് ചെയ്യണ്ട. അവിടെ കിടന്നോട്ടെ. നിന്നല്ലേ ഉണ്ടാക്കാൻ നിന്ന് കഴിഞ്ഞാൽ തെങ്ങ് മുറിപ്പിച്ചിട്ട് ഞാൻ ഈ അറ്റത്ത് ഇത് കെട്ടിത്തരാം. അയ്യോ ചുണിച്ചു കേറെ നീ പണി നോക്കും. പോയി പോയി. ആ മന്മഥനോ? അച്ഛൻ വന്നിരുന്നൂടെ? അച്ഛൻ വന്നിട്ട് കല്യാണമൊക്കെ ക്ഷണിച്ചു പോയി. ഇപ്പൊ എന്തിനു വരാ? രണ്ടാമത് നീ വന്നത്? ഞാൻ കല്യാണം വിളിക്കാനല്ല, അല്ല കല്യാണം കുടുംബത്തിലൊരു 16 അടിയന്തരം നടത്തേണ്ടി വരും. അതൊന്നും അറിയിക്കാൻ വേണ്ടി വന്നതാണ്. എന്തു പറ്റി? ഇനി എന്ത് പറ്റാൻ, എന്താ പറ്റിയത്? എന്താ കുറച്ചൊക്കെ മര്യാദ കാണിക്കണം. അത് എന്താ കാര്യം എന്താന്ന് പറയും? ഇവിടെ കല്യാണം വിളിക്കാൻ വന്ന എന്റെ അച്ഛന്റെ കയ്യില് നിങ്ങളൊരു കോണി കൊടുത്തു വിട്ടോ. കോണി? അവിടെ അപ്പുറത്തേതോ വീട്ടിൽ കൊടുക്കാൻ. ആ ആ അതെന്താ? വീട്ടിൽ അച്ഛൻ കല്യാണം വിളിക്കാണ്ടായിരുന്നു. അതെന്താ സംഭവിച്ചാലേ, അവിടുന്ന് ഒരു കോണി ഇവിടെ കൊണ്ടുവന്നു. ഈ ഓട് പൊട്ടിയിട്ടേ. അത് കൊണ്ടുവന്ന എന്റെ അച്ഛനല്ലല്ലോ. ആ ഓട് പറയണ കേക്ക്, ഓട് പൊട്ടിയിട്ട് മഴ പെയ്യുമ്പോ അത് ചോരയാണ്. അപ്പൊ അതൊന്ന് ആ കോടി അവിടുന്ന് കൊണ്ടുവന്ന അതൊന്ന് മാറ്റാൻ വേണ്ടിയിട്ട്. അപ്പൊ കല്യാണം വിളിക്കാൻ അച്ഛൻ വന്ന സമയത്ത് അച്ഛൻ തന്നെ പറഞ്ഞോട്, ഒരു കാര്യം എന്റെ അച്ഛൻ അങ്ങനെയൊന്നും പറയില്ല. പറയണ കേക്ക്. എന്താ പ്രശ്നമാണ്? എടാ ആ കോണി വിടുന്നേ. അതെ, എന്റെ അച്ഛൻ ഇവിടെ കല്യാണം വിളിക്കാൻ വന്ന രാഘവൻ. ഇപ്പൊ കല്യാണം വിളിക്കാൻ വന്ന അച്ഛന്റെ കയ്യിൽ അപ്പുറത്തേതോ വീട്ടിൽ കോണി കൊടുക്കാണ്ട് അച്ഛൻ അവിടെ കല്യാണം എന്താ വിളിക്കണം. സംഭവിച്ചല്ലേ? ഞാൻ കാലിന്റെ മുട്ടിന് വയ്യാന്ന് പറഞ്ഞപ്പോ പുള്ളിനെ പറഞ്ഞു ഞാൻ കോണി അവിടെ കൊടുത്തോളാം. അതെ, നിങ്ങളുടെ ഇപ്പൊ കാലിനല്ലേ പാടില്ലാതുള്ളൂ, അച്ഛനിപ്പോ ഒട്ടും പാടില്ലാതെ ആശുപത്രി കിടക്കുന്നുണ്ട്. എന്താ പറ്റിയത്? ഇവിടെ നിന്ന് നിങ്ങളുടെ അച്ഛൻ കോണി കൊടുത്തു വിട്ടില്ലേ? അച്ഛൻ കോണി കൊണ്ട് ആ വീട്ടിൽ കൊടുക്കാൻ പോയപ്പോ അതുകൊണ്ട് ഇങ്ങനെ തിരിഞ്ഞപ്പോ വന്ന ഒരു കാറിന്റെ ഫ്രണ്ട് ഗ്ലാസ്സിൽ തട്ടി അത് പൊട്ടി. ആ കാറിന്റെ ഉടമസ്ഥനെ എല്ലാരും കൂടെ ചേർന്ന് അച്ഛനെ തല്ലി. അച്ഛൻ ഇപ്പൊ ആശുപത്രിയിൽ സീരിയസ് ആണ്. അപ്പൊ അത് സൂക്ഷിച്ചും കണ്ടൊക്കെ കൊണ്ടുപോണ്ടേ? നിങ്ങൾ എന്ത് വർത്താനാണ് പറയുന്നത്? അല്ല മന്മേട്ട ഒച്ചെടുക്കണ്ട. അച്ഛൻ എന്തിനാണ് ആവശ്യമില്ലാത്ത പണിക്ക് നിൽക്കുന്നത്? കല്യാണം വിളിക്കാൻ വരുന്ന ആളുടെ കോണി കൊടുത്തു വരുന്നത്. ഞാൻ കൊണ്ടോക്കോളാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഞാൻ തടഞ്ഞില്ല. അത്രേ ഉള്ളൂ. ഞങ്ങള് ഞങ്ങളുടെ അച്ഛനെ കൊണ്ട് ഒരു വകയും ചെയ്യാത്ത അച്ഛന് കാരണം പാടില്ല. മന്മേട്ട ഒച്ചെടുക്കല്ല. അവര് സൗഹൃദത്തിന്റെ പുറത്ത് എന്ത് ചെയ്തിട്ടുണ്ടാവും. സൗഹൃദം? ഇങ്ങനെയാണോ സൗഹൃദം എന്ന് പറഞ്ഞിട്ട് വീട്ടിൽ കല്യാണം വിളിക്കാൻ വരുന്ന ആളുടെ അതൊക്കെ എവിടുത്തെ മര്യാദയാണ്? കോണി കൊണ്ടുപോകുമ്പോ അത് സൂക്ഷിക്കാത്തത് അത് അച്ഛൻ മിണ്ടണ്ട. അവരൊക്കെ നോക്കിയേക്കണത് മിണ്ടല്ലേ. ഇപ്പൊ തന്നെ ആശുപത്രിയിൽ കുറെ ബില്ലായിട്ടുണ്ട്. മാത്രമല്ല ഇപ്പൊ കല്യാണം നടത്താനാണ്. എന്നിട്ട് ഇപ്പൊ ഈ കോണി എവിടെ സുധാരന്റെ വീട്ടിൽ കൊടുത്തോ? ഒന്ന് മിണ്ടാതിരിക്കാ. ഞങ്ങളുടെ അച്ഛന് വല്ല സംഭവിച്ചാ ഞാൻ കേസ് കൊടുക്കും നിങ്ങളുടെ അച്ഛന്റെ പേരിൽ. മന്മേട്ട ബഹളം ഉണ്ടാക്കണം. നമുക്ക് എന്താന്ന് വെച്ചാൽ പരിഹാരം ഉണ്ടാക്കാം. ഒരു എന്ത് സംഭവിച്ചു പരിഹാരം ഉണ്ടാക്കുന്നതാണ്? അല്ല, ഇപ്പൊ കല്യാണം നടത്താൻ പറ്റുമോ? അച്ഛന് സമാധാനമായിട്ട് കല്യാണത്തിന് നിൽക്കാൻ പറ്റുമോ? അച്ഛൻ ഇപ്പൊ രക്ഷപ്പെടില്ല. ഡോക്ടർ ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ല. ഐസിയിലാണ്. അതിലിപ്പോ ഈ കല്യാണത്തിന്റെ ഡേറ്റ് മാറ്റിയാപ്പാ. കല്യാണത്തിന്റെ ഡേറ്റ് മാറ്റാൻ ഞങ്ങൾ എന്തെങ്കിലും ചോദിച്ചാൽ ദൈവത്തെ ഓർത്ത് നിങ്ങൾ ആരും ഇവിടുന്ന് കല്യാണത്തിന് വരണ്ട. അല്ല ഞങ്ങൾ വരാം. വേണ്ട, ഞാൻ അച്ഛനടുത്ത് പ്രത്യേകം പറഞ്ഞു ഞാൻ അടുത്ത ബന്ധുക്കളെ വിളിച്ചാൽ മതി. പക്ഷെ കേൾക്കൂലല്ലോ. അച്ഛൻ ഞാൻ ഓരോന്ന് വരുത്തി വെക്കാനായിട്ട് ഇങ്ങനെ ഓസ് നിങ്ങളെ കുറിച്ച് ഞാൻ അന്വേഷിച്ചു. നിങ്ങൾ ഓസാണെന്ന് ഇവിടെ എല്ലാരും പറഞ്ഞു. അതെ, ഈ തന്തേനെ കുറച്ച് വകതിരി പഠിപ്പിച്ചു. വകതിരിവിന്റെ കാര്യം നീ പറയണ്ട. നിനക്ക് വകതിരി ഉണ്ടെങ്കിൽ ആദ്യം അച്ഛൻ തല്ലിയിട്ടുള്ള ആൾക്കാരോട് പോയി ചോദിക്കണോ? അതിലെ വേണ്ടേ? അതെ, എന്റെ അച്ഛന്റെ പ്രായം ഉണ്ടായിപ്പോയി. നിങ്ങൾ ഇല്ലെങ്കിൽ ഞാൻ എന്താ ചെയ്യേണ്ടത് കാണിച്ചു തരാൻ. നീ ഒരു യുക്കം ചെയ്യണ്ട. അച്ഛൻ ഈ കോണി കൈ പിടിച്ച് റോട്ടിൽ നിന്നിട്ട് കാവടി കളിച്ചു കഴിഞ്ഞാൽ വണ്ടി വന്ന് കുത്തും. കണ്ണു മൂക്കും നോക്കി പൗത്തിഞ്ഞ് നടക്കണം. എടാ തനിക്ക് വല്ല പരാതി ഉണ്ടെങ്കിൽ ആദ്യം ആ സുധാകരനോട് പോയി പറയാം. സുധാകരന്റെ കോണി കേറി പോണം. പോണം. പോട്ടെ.
എന്തിനാ അങ്ങനെ ബഹളം വെക്കാൻ നിക്കണേ? കോണിയായിട്ട് റോഡിൽ കൂടെ പോകുമ്പോ ഒതുങ്ങി പോണ്ടേ? അച്ഛൻ ഈ വന്ന ആളുകളെ കൊണ്ടൊക്കെ ഇങ്ങനെ പണിയെടുപ്പിച്ചാലേ ഇനി എനിക്ക് പുറത്തോട്ട് ഇറങ്ങി അയാൾ എന്നെ പിടിച്ച് തല്ലും. എടാ കോണി ഞാൻ കൊണ്ടുപോക്കോളാന്ന് പറഞ്ഞാ പിന്നെ ഞാൻ വേണ്ടെന്ന് പറയണോ? പറയണോ? വേണ്ട, അകത്തോട്ട് പോ. നീ കാലോട്ട് ചെയ്യാത്ത ഞാൻ പോയി കൊണ്ടുകൊടുക്കണം. വേണ്ടെന്ന്. കളിക്കാൻ അകത്തോട്ട് പോ. വെറുതെ ഓരോ കേസ് കെട്ടായിട്ടുണ്ട് വരുവരെ. അപ്പോഴേ ഞാനൊരു 3 ഗുളികയും ഒരു തുള്ളിമരുന്ന് എഴുതിക്കണം. ആ തുള്ളിമരുന്ന് ചവിട്ടിൽ 2 പ്രാവശ്യം ഉറ്റിക്കണം കേട്ടോ. 2 ദിവസത്തേക്ക് കുളിക്കണ്ട, തല നനയ്ക്കണ്ട. തല നനച്ചാൽ കൂടും, നീരിറങ്ങും. ആ വല്ലാണ്ട് ഇറങ്ങും, തലയിൽ മുടിയില്ലാത്ത. ഇവിടെ കിട്ടുമോ? അവിടെ കിട്ടും, അവിടെ കിട്ടും. കാശ് കൊടുക്കണം. പിന്നെ കാശ് കൊടുക്കേണ്ട മരുന്ന് കിട്ടും. നെക്സ്റ്റ്. ആ ഇരിക്കി. വൈഫിനാ ആ എന്താണ് വിഷയം? ചെവി വേദന. ഏത് ചെവിടിനാണ്? ഇവിടെ ഇങ്ങോട്ട് കുത്തിരിക്കി, ഇവിടേക്ക് ഇരിക്കും. മുഖം അങ്ങോട്ട് തിരിക്കി, മുഖം അങ്ങോട്ട് തിരിച്ചോളി. ആ എന്താ ഇത് കഥ? നിങ്ങളെ ചെവിടല്ലേ നിങ്ങൾക്ക് അങ്ങോട്ട് കുത്തിരിക്കി. നിങ്ങളെ ചെവിടല്ലേ നിങ്ങൾ നോക്കേണ്ട കാര്യല്ലേ ഇത്? കംപ്ലീറ്റ് ഇൻഫെക്ഷൻ ആണ് ചെവിട്ടില്. അതല്ലേ? ആ അല്ലത് എന്തൊക്കെ ഇട്ടിട്ടാ തിരിക്കല് ചെവിട്ടിന്റെ അകത്ത്? ഈ പിന്നില്ലേ സാറേ, സേഫ്റ്റി പിന്നി. ആ പിന്നെയോ? സേഫ്റ്റി പിന്നോട്ടൊക്കെ തിരിക്കണാ. പിന്നെ വേറെന്താ? വേറെ ഒന്നും കടലാസുണ്ടൊക്കെ ചിലപ്പോ. കടലാസാണ് കിടക്കണ അതിന്റെ അകത്ത്. കടലാസ് ഉണ്ടോ? ആ കടലാസൊക്കെ കിടക്കുന്ന ഇൻഫെക്ഷൻ ആയിരിക്കണം അവിടെ. കടലാസ് ഒന്നും ഇട്ട് തിരിക്കരുത് ചെവിട്ടിന്റെ അകത്ത്. അതൊക്കെ കഷ്ണം അവിടെ കിടക്കും. പിന്നിട്ട് തിരിക്കരുത്. ഇതൊക്കെ ആരെടുത്ത് പറഞ്ഞു തരുന്നേ? ഇപ്പൊ കഴിഞ്ഞ ദിവസം ക്ലിനിക്കിൽ ഒരാൾ വന്നു. അയാളെ ചെവിട്ടുനിന്ന് 7 ബസ് ടിക്കറ്റാണ് ഞാൻ എടുത്തത്. ഈ ബസ്സിൽ കയറി കഴിഞ്ഞാൽ ടിക്കറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഇതിങ്ങനെ ചുരുട്ടിയിട്ടിട്ട് തിരിക്കുക. ഇങ്ങനെ തിരിക്കുമ്പോ ഓരോ കഷ്ണം അവിടെ കിടക്കും. പച്ചയും മഞ്ഞയും ചോപ്പൊക്കെ എടുത്തിക്കണം. ഞാൻ ഇതന്നെയാണ് നിങ്ങളെ സൂക്കേട്. കടലാസ് ഇട്ട് തിരിക്കരുത്. ഞാനത് പറയാറുണ്ട് സാറേ, പറഞ്ഞു കേൾക്കില്ലേ? അപ്പൊ എന്താ വേണ്ടെന്ന് വെച്ചാൽ ഞാൻ ഒരു മരുന്ന് എഴുതി തരാം. ആ മരുന്ന് ഒരു 3 ദിവസം കഴിക്കുക. എന്നിട്ട് ഇവിടെ വരണം. നമുക്ക് ചെവിടൊന്ന് ക്ലീൻ ചെയ്യണം കേട്ടോ. ഇനി മേലിൽ ആ പ്രവൃത്തി ചെയ്യരുത് കേട്ടോ. ഇത് ചെവിട്ടിൽ ഉറ്റിക്കാനുള്ള ഒരു മരുന്നുണ്ട്. പിന്നെ ഒരു ഗുളിക തരുന്നത് വേദനയ്ക്കാണേ. മറ്റേതാകുമ്പോ അലിഞ്ഞിട്ട് അത് പൊയ്ക്കോളൂ. അതാണ്. പേരെന്തേരി? മണ്ടോതിരി. മണ്ടോതിരി. സാറേ വേറെ ഒരു കാര്യം കൂടെ. എന്താണ്? എനിക്ക് 1-2 ബുദ്ധിമുട്ടുകൾ ഇങ്ങനെ വരാറുണ്ട്. നിങ്ങൾ ടോക്കൺ എടുത്തുക്കണോ? ടോക്കൺ എടുത്തത് എവിടെ? ഇതാ തന്നെ. വൈഫിനല്ലേ കാണിക്കാൻ വന്നത് നിങ്ങള്? അതെ, ഞാൻ എടുത്ത ടോക്കൺ തന്നെ. അതെ ഞങ്ങള് അപ്പൊ നിങ്ങളെ വൈഫിന്റെ ഇപ്പൊ ചെവിട്ടിനകത്തൊരു കംപ്ലൈന്റ് ഞാൻ കണ്ടുപിടിച്ചു. അതിനുള്ള ഗുളികയാണ് ഞാൻ ഇപ്പൊ ഇതിന്റെ അകത്ത് എഴുതിയിരിക്കണത്. അതിന് നിങ്ങൾ ടോക്കൺ അവിടെ 250 രൂപ ടോക്കൺ എടുത്തില്ലേ? കൊടുത്തു, ഞാൻ കൊടുത്തേ. ഞാൻ പൈസ കൊടുത്തില്ലേ? ഇനിയിപ്പോ നിങ്ങൾക്ക് കാണിക്കണമെങ്കിൽ നിങ്ങൾക്ക് വേറെ ടോക്കൺ എടുക്കണം. 250 രൂപ. അതിന്റെ അകത്ത് നിങ്ങളെ മരുന്ന് എഴുതാൻ പറ്റുള്ളൂ. അല്ല ഇതിപ്പോ ഞങ്ങളിപ്പോ 2 പേര് ഒരുമിച്ച് വന്നല്ലോ സാറേ. അതിൽ കാര്യമില്ല. അത് ഹോസ്പിറ്റലിൽ നഷ്ടമാണ്. ഹോസ്പിറ്റലിലെ കാര്യങ്ങളില്ലേ? എന്നാലും എന്താ പ്രശ്നം വെച്ചാലേ, ഈ നെഞ്ചിന്റെ ഭാഗത്ത് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ അടഞ്ഞു നിൽക്കും ഈ ഗ്യാസേ. അപ്പൊ അതിനുള്ള ഒരു ഗുളിക. ഇതിപ്പോ ഗ്യാസിന്റെ പ്രശ്നമാണെങ്കിലേ ഗ്യാസ്ട്രോനെ കാണിക്കണം. ഇനി ചെസ്റ്റിന്റെ ആണെങ്കിൽ കാർഡിയോളജിന്റെ ഡോക്ടറെ കാണിക്കണം. ഇന്ന് കാണിച്ചിട്ട് കാര്യമില്ല. അതിനകത്തുള്ളതൊന്നും ഇല്ലാതെ അങ്ങനെയൊന്നും ഇല്ല. പിന്നെന്താ അതിന്റെ ഒരു സാർ ഇപ്പൊ ഗ്യാസ് എന്തൊന്നും വരാത്ത ആൾക്കാരില്ലല്ലോ സത്യത്തില്. സാറിന് ഇപ്പൊ ഗ്യാസ് വരുന്ന സമയത്ത് ഏത് ഗുളികയൊക്കെ സാറ് കഴിക്കുക? അതൊന്നും എഴുതിയാൽ മതി. അല്ല ഏതായാലും ഇപ്പൊ ഇങ്ങോട്ട് വന്നില്ല, അതുകൊണ്ടാണ് കേട്ടോ. വന്നോണ്ടാണ്. പിന്നെ അതെ, ഒരൊറ്റ ഗുളിക ഞാൻ എഴുതും. ഒരു ഗുളിക എഴുതുള്ളൂ. നാളെ നിങ്ങള് ഗ്യാസ്ട്രോനെ പോയി കാണണം. പിന്നെന്താ? ശരി. പിന്നെ താഴെ എഴുതുന്നുണ്ട് ഞാൻ. അതിന്റെ ഒപ്പം തന്നെ ഈ കക്ഷത്ത് ചെറിയൊരു ചൊറിയുണ്ട്. ഇങ്ങനെ വിയർപ്പും ഇതൊക്കെ വരുന്ന സമയത്ത് ഇങ്ങനെ ചൊറിയും. അപ്പൊ എന്തെങ്കിലും ഒരു ഓയിൻമെന്റ് എന്തെങ്കിലും അതിൽ എഴുതിയാല്? നിങ്ങൾക്ക് എന്താ പണി ഇപ്പൊ? ഇപ്പൊ എന്താ പണി? ഇല്ല, വീട്ടിലെ ഇരിക്കല്ലേ, ഇരുന്ന് ചൊറിഞ്ഞാ മതി. നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം നമ്മൾ കുടുംബത്തിലെ എല്ലാവരുടെ കാര്യങ്ങളോടൊന്നും പറയാം. എല്ലാവർക്കും ഞാനോട്ട് എഴുതി തരുന്നാല് ഇത് 250 രൂപ ടോക്കൺ എടുത്ത് വന്നിട്ട് എല്ലാ രോഗങ്ങൾക്കുള്ള മരുന്നാണ്ട് എഴുതി കൊണ്ടുപോവുക. അല്ല ഇത് ശരി. നിങ്ങൾ ഇനി കൂടുതൽ വർത്തമാനം പറയണ്ട. അത് സ്കിൻ സ്പെഷ്യലിസ്റ്റിനെ കൊണ്ട് കാണിക്കും. അല്ല ഇപ്പൊ അസുഖമില്ല. വേണ്ട, അത് നിങ്ങള് വീട്ടിലിരുന്ന് ചൊറിഞ്ഞാൽ പറ്റാ. ഇത് വെക്കി, ഇത് വാങ്ങി കഴിക്കാട്ടോ. ഒരു ഗുളികയുണ്ട്. ഗ്യാസിനുള്ള മരുന്ന് എഴുതിയിട്ടുള്ളൂ. ഗ്യാസിന്റെ ഗുളിക എന്റെ താഴത്തുണ്ട്. ഇന്ന് മാത്രമേ കഴിക്കാവൂ. ഇന്നൊരു രാത്രിക്ക് കഴിക്കാനുള്ള ഞാൻ എഴുതിയിട്ടുള്ളൂ കേട്ടോ. നാളെ ഗ്യാസ്ട്രോന് പോയി കാണുക. ചെല്ലി പോയിക്കോളി. അതുപോലെ സാറേ ഒരു സംശയം കൂടെ. ഇതിപ്പോ ഈ ചെവി വേദനയ്ക്ക് എഴുതിയിട്ടുള്ള ഈ ഗുളിക ഉണ്ടല്ലോ, ഇതിപ്പോ വീട്ടിൽ ഇനി വേറെ ആർക്കെങ്കിലും ചെവി വേദന വരികയാണെങ്കിൽ കഴിക്കാൻ പറ്റുമോ?
നിങ്ങൾ ഇവിടുന്ന് പോണോ അല്ലെങ്കിൽ ഞാൻ സെക്യൂരിറ്റിനെ വിളിക്കണോ? എന്താ വേണ്ടത്? അല്ല അല്ല അതെന്താ വേണ്ടെന്നാ പറയും. ചോദിച്ചതാണ്. ചെല്ലി അല്ലാതെ ഇവിടെ വേറെ ഇഷ്ടം പോലെ ആൾക്കാർ അവിടെ ക്യൂ നിൽക്കുകയാണ്. അതെ 250 രൂപ കൊടുത്തതല്ലേ എന്ന് വിചാരിച്ചിട്ടേ. ഏയ് ഒന്നില്ല. ആ 250